മുല്ലപ്പെരിയാർ ഡാമിൽ പോയിട്ടുണ്ട്, ഡാമിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ട്. ഡാമിലെ അപ്പുറം ബേബി ഡാം എന്ന് പറഞ്ഞ ഡാമിൻ്റെ വെള്ളമില്ലാത്ത സമയത്ത് അതിൻ്റെ അപ്പുറത്തെ ഗ്യാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു കയ്യാലക്കെട്ട് കണ്ട പോലെ ജസ്റ്റ് കല്ലുകെട്ടായിട്ടിരിക്കുന്ന സീൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അകത്ത് കയറി ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വീഡിയോ ചെയ്തേക്കുന്ന സമയത്ത് സത്യത്തിൽ എനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ 2 പ്രധാനപ്പെട്ട ഡാമുകൾ, അതും സുർക്കി മിശ്രിതം കൊണ്ട് പണിതേക്കുന്ന 2 ഡാമുകളിൽ ഒന്നായിട്ടുള്ള തുംഗഭദ്ര ഡാം തകർന്നെന്ന് പറയുന്ന സമയത്ത് ഇനി അടുത്തത് മുല്ലപ്പെരിയാർ ഡാം ആണോ എന്നുള്ളൊരു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുറേയധികം വീഡിയോകളും കുറേയധികം ന്യൂസുകളും മറ്റൊക്കെ കാണാൻ സാധിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ തുംഗഭദ്ര ഡാം തകർന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം പറയുന്നതിന് മുന്നേ പല ആൾക്കാരും ഇപ്പോൾ ഇന്നലെ അടക്കം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ന്യൂസ് ചാനലുകളും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്ക വേണ്ട, ആവശ്യമില്ലാത്ത ആശങ്കകൾ പടർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത ആശങ്കകൾ പടർത്തേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇവിടെ കണ്ടേക്കുന്ന ഇദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുന്ന സമയത്താണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയായിരിക്കും കാണാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കൗതുകം മനസ്സിൽ വന്നത്. കാരണം ഈ ഡാമിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ എല്ലാവരെയും കയറ്റുന്നില്ല, അല്ലെങ്കിൽ സാധാരണ സിറ്റിസൺസിനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് പിന്നെ എങ്ങനെയായിരിക്കും ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥിതിഗതി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ടൊരു പേജിനകത്ത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കുറച്ച് ഫോട്ടോസുകൾ കാണാനായിട്ട് ഇടയുണ്ടായത്. ഇത് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് പറ്റിയായിരുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ചിത്രങ്ങളായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പിൻവശത്ത് നിന്നുള്ളൊരു ചിത്രമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ചെറിയൊരു വാതിൽ പോലെ നിങ്ങൾക്ക് ഒരു ഏരിയ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഗാലറിയിലോട്ടുള്ള വാതിലാണ്. ഗാലറി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗാലറി എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഡാമിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു ചുമര് കെട്ടിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ റൂം പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് മോണിറ്ററിംഗ് സംവിധാനത്തിന് വേണ്ടിയിട്ട് ഈ ഡാമിൻ്റെ ബലക്ഷയം മറ്റൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അവരായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ചെറിയൊരു റൂമാണ്, അല്ലെങ്കിൽ ചെറിയൊരു അറയാണ് ഈ ഗാലറി എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഗാലറി നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പഴക്കവും ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ കാണുന്നതാണ് രണ്ടാമത്തെ ചിത്രം. ഇതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഗാലറിയിലോട്ട് കയറാനായിട്ടുള്ള ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് ഏത് സമയത്ത് ലോക്കായിരിക്കും, വേറെ ആർക്കും പ്രവേശനമില്ല. പക്ഷേ എങ്ങനെയോ ഈ ഫോട്ടോ എടുത്തേക്കുന്ന ആൾ ഈ ഒരു ഗാലറിയുടെ ഉള്ളിലോട്ട് കയറിയേക്കുന്നതിന് ശേഷം എടുത്തേക്കുന്ന ഫോട്ടോസുകളാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നതാണ് ഗാലറി. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഗാലറി എന്ന് പറയുന്നത്. അതായത് ആർച്ച് ഷേപ്പിലുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഗാലറി എന്ന് പറയുന്നത്. ഈ ഒരു ഗാലറിയിൽ നിങ്ങളൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന ഈ ഒരു കളർ വ്യത്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചെറിയ രീതിക്കുള്ള ചോർച്ചയാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉള്ളിൽ വെള്ളം സ്പില്ലാവുന്നതിൻ്റെ ചെറിയ സൂചനയാണ് നിങ്ങൾക്ക് ഈ ചുമരുമ കാണാൻ പറ്റുന്ന ഈ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാർക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കളർ വ്യത്യാസം. ഇങ്ങനെ വെള്ളം ഒഴുകിയേക്കുന്നതിൻ്റെ ആ ഒരു പാടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് കാണുന്ന ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൽ വരുന്ന വെള്ളച്ചോർച്ച അഥവാ ചോർന്നു വരുന്ന വെള്ളത്തിൻ്റെ അളവ് അളക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ എന്ന് പറയുന്നത്. അതായത് ഇവിടെ വെള്ളത്തിൻ്റെ അളവ് കൂടാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത അളവിൻ്റെ മേലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ ഡാം വളരെയധികം ബലക്ഷയമുള്ളൊരു ഡാമാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് മലയാളികൾക്ക് ആർക്കും പ്രവേശനമില്ല. ഈ തമിഴ്നാട് സർക്കാർ പറയുന്നത് മാത്രമാണ് ഇവിടുത്തെ കണക്ക് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് ഇവിടെ മലയാളികൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു ബലക്ഷയം വന്നുകൊണ്ട് ഇവിടെ വെള്ളം നിറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതാണ് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് അളക്കുന്ന ഒരു സ്കെയിൽ എന്നുണ്ടെങ്കിൽ, ഈ സ്കെയിലിനകത്തു നിന്നുള്ള വാല്യൂ നിർണ്ണയിക്കുന്നത് ഒരു മലയാളിയല്ല, ഇത് തമിഴ്നാട് സർക്കാരാണ് ഇതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു പോസ്റ്റിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കാണുന്നത് ബേബി ഡാമിൻ്റെ, അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടുത്തുള്ള ബേബി ഡാമിൻ്റെ മുകൾ വശമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബേബി ഡാമിൻ്റെ പുറകു വശമാണ്. അതിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, വെള്ളം ഇങ്ങനെ ചോർന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള ഇമേജുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കും. അതായത് ഇവിടെയുള്ള ഈ ഒരു ചുമരമയുള്ള പല സ്ഥലങ്ങളിലുള്ള സിമെൻറ്റ് മറ്റൊക്കെ ഇളകി പോയിക്കുന്നതും അതുപോലെ തന്നെ കമ്പി പുറത്തേക്ക് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പൂപ്പലും മറ്റൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെയും കുറേയധികം ഗ്യാപ്പുകളും മറ്റൊക്കെ, ഒരു ഡാമാണെന്നുള്ളൊരു കാര്യം ഓർക്കണം. ഇത്രയും അധികം വലിയൊരു ഡാം, ഒരു വലിയൊരു ഡാമിൻ്റെ വെള്ളം കളക്ട് ചെയ്ത് നിൽക്കുന്ന ഇത്രയും ഒരു ഹെവി ലോഡ് നിൽക്കുന്ന ഒരു ഏരിയയിലുള്ള ഒരു ചുമരിൻ്റെ അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 2007 ചിത്രം എന്ന് പറയുന്നത്. ഇതിനുശേഷം പുതുക്കി പണിയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം അവിടെ എപ്പോഴും വെള്ളമാണ്. 100 വലിയ വേനൽക്കാലത്ത് ഒരു 105 അല്ല 106 അടി ഒരു താഴും. ആ സമയത്ത് അതുവരെയുള്ള എല്ലാവരും പ്ലാസ്റ്റർ ചെയ്തുമൊക്കെ ബോട്ടിൽ പോയി പ്ലാസ്റ്ററിംഗ് ഒക്കെ നടത്തി ഫിനിഷ് ചെയ്യുന്നുണ്ട്. അല്ലാതെ മേജർ വർക്കൊന്നും ഫ്രണ്ട് സൈഡ് അല്ല അപ്സ്റ്റേം സൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്യാനും ബുദ്ധിമുട്ടുമാണ്. 105 അടി എന്ന് പറയുന്ന ആ ഒരു അടിക്ക് താഴെ വലിയ രീതിക്കുള്ള ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, അത് സാധിക്കുകയും ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അന്ന് മെയിൻ്റെനൻസ് ചെയ്തിരുന്ന ആ ഒരു സ്ട്രെങ്തനിങ് പ്രൊസീജിയർ ചെയ്തിരുന്ന ആ ഒരു ടീമിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്.
ഇവിടെ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. മുല്ലപ്പെരിയാർ ഡാമിനകത്ത് ഇനി ചോർച്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഈ ഇമേജുകൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അതായത് മുല്ലപ്പെരിയാർ ഡാമിൽ 115 അടി വെള്ളം നിൽക്കുന്ന സമയത്ത് അന്ന് എടുത്തേക്കുന്ന ഇമേജുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 132 അടിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ വെച്ചേക്കുന്നത്. അതിന് മുകളിലോട്ട് പോകാറുണ്ട്. പക്ഷേ ഷട്ടർ തുറന്ന് അവർ വെള്ളം കളയുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഈ 132 അടി വെള്ളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡേഞ്ചർ ആണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന വാർത്തകൾ നമുക്ക് അതിനെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ വന്നേക്കുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വയനാട് നടക്കുന്ന ദുരന്തമാണെങ്കിൽ പോലും നമ്മുടെ കാൽക്കുലേഷനിലേക്ക് അപ്പുറത്തോട്ട് പോയിക്കുന്ന തരത്തിലാണ് അവിടെ ഒരു ദുരന്തം സംഭവിച്ചേക്കുന്നത്. ഇവിടെ നിന്നൊക്കെ ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. അതായത് കേരളത്തിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ്റെ മാറ്റത്തോട് കൂടിയിട്ട് ഇത്രയധികം വെള്ളം എന്ന് പറയുന്നത് ഒരു ഹെവി റിസ്ക് ആണെന്നുള്ളൊരു കാര്യം തന്നെ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല വലിയ രീതിയിലുള്ള അപകടങ്ങളും കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നായിട്ടുള്ള തുംഗഭദ്ര ഡാം എന്ന് ബ്രിട്ടീഷ് ഇന്ത്യയും കിങ്ഡം ഓഫ് ഹൈദരാബാദ്, പഴയ ഹൈദരാബാദിലെ രാജാവും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ കൂടെ ചേർന്നുകൊണ്ട് പണിതേക്കുന്ന ഈ തുംഗഭദ്ര ഡാം എന്ന് പറയുന്ന ഡാമിന്റെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ്. ക്രസ്റ്റ് ഗേറ്റ് തകർന്നേക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അവിടെ നല്ല രീതിക്ക് മഴ പെയ്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഡാമിൽ നല്ല രീതിക്ക് വെള്ളം കൂടിയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ക്രസ്റ്റ് ഗേറ്റ് തകർന്നു പോയൊരു അവസ്ഥയിലായിരുന്നു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നത്. ശരിക്കും തുംഗഭദ്ര ഡാം എന്ന് പറയുന്ന ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് ബ്രിട്ടീഷുകാർ ആലോചിച്ചത് 1860-ലാണ്. അതായത് ഉദ്ദേശം ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് തന്നെ ഈ ഒരു ഡാമിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പോലും 1949 അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഈ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ ആക്ച്വലി ആരംഭിച്ചതും 1953 ഈ ഒരു കൺസ്ട്രക്ഷൻ ആക്ച്വലി പൂർത്തിയാക്കിയതും. ഇപ്പോൾ ഈ ഒരു ഡാമിന്റെ പഴക്കം എന്ന് പറയുന്നത് 71 വർഷമായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ 70 വർഷമായിരുന്നു ഈ ഒരു ഡാമിന്റെ ലൈഫ് എക്സ്പെക്ടൻസി, അഥവാ മാക്സിമം കാലാവധിയായിട്ട് അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യം 70 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കൂടി കഴിഞ്ഞ് 71ാം വർഷത്തിൽ ഇന്ന് തുംഗഭദ്ര ഡാമിന്റെ 19ാം ക്രസ്റ്റ് തകർന്നേക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. വെറും ഒരു വർഷത്തെ ഡിഫറൻസ് കൊണ്ട് തന്നെ 71ാമത്തെ വർഷമായപ്പോഴേക്കും ആ ഒരു ഡാമിന്റെ പഴക്കം കൊണ്ട് തന്നെ ആ ഒരു ക്രസ്റ്റ് ഗേറ്റ് തകർന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന 50 വർഷത്തോളം പഴക്കം പറഞ്ഞേർന്ന മാക്സിമം പഴക്കം അല്ലെങ്കിൽ മാക്സിമം ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 50 വർഷമായിട്ട് പറഞ്ഞേക്കുന്ന ഈ ഒരു ഡാമിന്റെ ഇന്നത്തെ വയസ്സ് എന്ന് പറയുന്ന 129 വർഷം എന്ന് പറയുന്ന ആ ഒരു കാൽക്കുലേഷൻ പറഞ്ഞതിലും ഉദ്ദേശിച്ച് 2 ഇരട്ടിയോളം വർഷമായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണോ അല്ലെങ്കിൽ പുതുക്കി പണിയണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണോ എന്നുള്ളൊരു കാര്യം വീണ്ടും തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്ന് ഈ വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നേക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫയൽ ചെയ്തേക്കുന്ന ഒരു പുതിയൊരു കേസിനെ കുറിച്ച് വായിച്ച സമയത്ത് കുറച്ച് ആശ്വാസകരമായിട്ടുള്ള ന്യൂസ് തന്നെയായിരുന്നു. ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ന്യൂസ് ഇങ്ങനെയാണ്: വയനാട് ദുരന്തം കണക്കിലെടുത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏലക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് കാലത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അനുവദനീയമായ ജലനിരപ്പ് 142 അടിയിൽ നിന്ന് 120 അടിയാക്കി താഴ്ത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. വയനാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 220 പേരുടെ മരണത്തിനിടയാക്കിയത് സമീപകാലത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയതും ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ മാത്യൂസ് കെ നെടുമ്പാർ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലുണ്ടായിരുന്ന ദുരന്തത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ നല്ല ലോകം മൊത്തം വലിയ രീതിയിലുള്ള ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ കാൽക്കുലേഷൻ അപ്പുറത്തോട്ടാണ് ഇപ്പോൾ വലിയ പ്രകൃതി ദുരന്തങ്ങൾ മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതും പ്രകാരം മുൻപ് സുപ്രീം കോടതിയുടെ 2 വിധികളെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരുന്നൊരു കാര്യം, ഡാമിന് ബലക്ഷയമൊന്നും ഇല്ല, ഡാമിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. അതനുസരിച്ച് ഡാമിനകത്ത് 142 അടിയേക്ക് വെള്ളം ഉയർത്താമെന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതി എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു നടപടി മാറ്റണമെന്നാവശ്യപ്പെട്ട് പുതിയൊരു ഹർജിയാണ് ഇപ്പോൾ നൽകിയേക്കുന്നത്. ഇത് വേറൊരു വ്യക്തിയും വേറൊരു സാഹചര്യം, ഇന്നത്തെ കാലാവസ്ഥയുടെ മാറ്റം അതുപോലെ തന്നെ വെള്ളത്തിന്റെ തോതും പിന്നെ ഈ ഒരു ഡാമിന്റെ പഴക്കം കൂടി കണക്കിലാക്കിക്കൊണ്ട് പുതിയ ഹർജി സമർപ്പിച്ചതിന്റെ ഒരു വാർത്തയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യുന്ന സമയത്ത് വയനാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം അഡ്രസ് ചെയ്തേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. 79 गुजरात में मोरबी में अर्थन डैम था, मृत्यु हुई थी और वो भी मिट्टी का डैम था, तो पूरी मिट्टी पूरे हर घर में, उसको करीब 6 महीने वहां रहा था. ഗുജറാത്തിൽ നടന്നേക്കുന്ന ഡാം തകർച്ചയുടെ പേരിലുണ്ടായ അവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം അഡ്രസ് ചെയ്തേക്കുന്ന ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നു. അതായത് പ്രധാനമന്ത്രിക്ക് അടക്കം ഈ ഒരു കാര്യത്തിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന സമയത്ത് വേണ്ട രീതിക്കുള്ള ഒരു നിയമ നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഈ ഒരു തകർച്ചയെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതിന് ഗവൺമെന്റുകളെല്ലാം ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമിന് ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കണ്ടേക്കുന്ന ഇമേജുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നടന്നേക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ എന്നൊക്കെ പറയുന്നത് വയനാട്ടിലാണെന്നുണ്ടെങ്കിലും വെറും ഒരു വർഷത്തെ പഴക്ക വ്യത്യാസം കൊണ്ട് 70 വർഷം എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് 71 വർഷമായ സമയത്ത് തന്നെ തുംഗഭദ്ര ഡാം എന്ന് പറയുന്ന ഡാമിന്റെ 19ാം ക്രസ്റ്റ് തകർന്നേക്കുന്നതൊക്കെ ഒരു സൂചനയാണ്. ഒരു ഡാമിന് പഴക്കം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ആ ഒരു പഴക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമ നടപടികൾ നമ്മൾ എടുക്കണമെന്നും
പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ട ഒരു നിയമ നടപടി കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നുള്ളൊരു കാര്യം മാത്രമാണ്. ആശങ്ക വേണ്ട എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡീകമ്മീഷൻ ചൊല്ലി ഒരുപാട് പെറ്റീഷൻസ് ഒക്കെ എല്ലാവരും സമർപ്പിച്ചേക്കുന്നതായിട്ട് കാണാൻ സാധിച്ചായിരുന്നു. change.org എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കുറേയധികം ആൾക്കാർ പെറ്റീഷൻ സമർപ്പിച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റിയായിരുന്നു. എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളൊരു കാര്യം അറിയില്ല. കാരണം ഇങ്ങനൊരു പ്രൈവറ്റ് വെബ്സൈറ്റിനകത്ത് കയറി നമ്മളൊരു പെറ്റീഷൻ സമർപ്പിച്ചത് കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. പക്ഷേ അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്ന അദ്ദേഹം ഈ ഒരു കാര്യത്തിനകത്ത് എടുത്തേക്കുന്ന ആ ഒരു തീരുമാനത്തിൽ നമ്മളെല്ലാവരും കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് വളരെ വലുത് തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ് താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പെറ്റീഷൻ സമർപ്പിക്കാത്തവർ എന്തായാലും പോയി പെറ്റീഷൻ സമർപ്പിക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡോണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.